കഴിഞ്ഞ ദിവസം തൃശൂർ മുണ്ടത്തിക്കോട്ടുള്ള പടക്ക നിർമ്മാണശാലയിൽ നടന്ന അപകടങ്ങളെ ചുറ്റിപ്പറ്റി നിരവധി അഭ്യൂഹങ്ങൾ ഇപ്പോൾ പരക്കുകയാണ്. ഇതിൽ ഏറ്റവും പ്രധാനമായി തന്നെ എടുത്തു പറയേണ്ടത് പ്രമുഖ മാധ്യമ സ്ഥാപനമായ മനോരമ അവിടെ സന്ദർശിക്കുകയും ദൃശ്യങ്ങൾ പകർത്തുകയും ചെയ്തതാണ്. ഇതോടുകൂടി തന്നെ മനോരമയെ കേന്ദ്രീകരിച്ച് വലിയ ചർച്ചകളാണ് നടക്കുന്നത്. കാരണം അതിനാധാരമായി തന്നെ പറയേണ്ടത് അവർ പങ്കുവച്ച വീഡിയോ ദൃശ്യങ്ങൾ തന്നെയാണ്. അതിലെ ചില സ്ക്രീൻഷോട്ടുകൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. സ്ഫോടനത്തിന് 1 മണിക്കൂർ മുൻപ് പകർത്തിയ വീഡിയോ എന്ന് ആദ്യം കൊടുക്കുകയും പിന്നീട് അത് മാറ്റി രാവിലെ പകർത്തിയതാണ് എന്ന തരത്തിലേക്ക് എഡിറ്റ് ചെയ്ത് മാറ്റപ്പെടുകയും ചെയ്ത സ്ക്രീൻഷോട്ടുകളാണ് പുറത്തു വന്നിരിക്കുന്നത്. ഇതിൽ ചില അസ്വാഭാവികത ഉണ്ടോ എന്നും ഇതിനെ ചോദ്യം ചെയ്തുകൊണ്ട് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലടക്കം വലിയ പ്രതിഷേധങ്ങൾ ഉയരുകയാണ്. കള്ളി വെളിച്ചത്താകുമെന്ന് ഭയന്നുകൊണ്ടാണോ മനോരമ സമയം മാറ്റിയിരിക്കുന്നത്, അല്ലെങ്കിൽ അത്തരത്തിൽ മാറ്റി പറയുന്നത് എന്ന് ഇവിടെ സംശയിക്കേണ്ടിയിരിക്കുന്നു എന്ന ഒരു പ്രധാനമായ ഒരു ചോദ്യം തന്നെയാണ് ഇവിടെ ഉയർന്നു കേൾക്കുന്നത്. മാത്രമല്ല, ഇത്തരത്തിൽ ജനങ്ങളെ കബളിപ്പിക്കാൻ വേണ്ടിയാണോ മനോരമ ഇത്തരത്തിൽ നുണരമ പോലെ പ്രവർത്തിക്കുന്നത് എന്ന ഒരു ആക്ഷേപം കൂടി ഇവർക്കെതിരെ ഉയരുന്നുണ്ട്. അതേസമയം ആദ്യം ഈ ദൃശ്യം അപകടത്തിന് ഏകദേശം 1 മണിക്കൂർ മുൻപ് ചിത്രീകരിച്ചതാണ് എന്നതാണ് അവകാശപ്പെട്ടിരിക്കുന്നത്. എന്നാൽ പിന്നീട് അതേ വിവരം രാവിലെ എടുത്തത് എന്നതാണ് ഇവിടെ തിരുത്തി കൊടുത്തിരിക്കുന്നത്. അതാണ് ഈ സ്ക്രീൻഷോട്ടിൽ കാണാൻ സാധിക്കുന്നത്. ഈ മാറ്റം സാധാരണ എഡിറ്റോറിയൽ പിഴവാണോ അതോ കൂടുതൽ കാര്യങ്ങൾ മറയ്ക്കാനുള്ള ശ്രമമാണോ എന്ന ചോദ്യങ്ങളടക്കം ഇപ്പോൾ ശക്തമായി തന്നെ ഉയരുകയും ചെയ്യുന്നു. പ്രധാനമായും അപകടം നടന്നത് ഒരു നിരോധിത മേഖലയിലാണ്. അത്തരം ഒരു സ്ഥലത്ത് മാധ്യമ പ്രവർത്തകർ എങ്ങനെ പ്രവേശിച്ചു? അവർക്ക് ഔദ്യോഗിക അനുമതി അവിടെ ലഭിച്ചിരുന്നെങ്കിൽ അത് ആരാണ് നൽകിയതെന്നത് ഇവിടെ വ്യക്തമാക്കേണ്ടതുണ്ട്. വീഡിയോയുടെ സമയത്തെക്കുറിച്ചുള്ള ആ ഒരു വിവരം എന്തുകൊണ്ട് മറയ്ക്കപ്പെട്ടു? സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചായിരുന്നോ ഇവർ ഇതിലേക്ക് പ്രവേശിച്ചത്? അതിൽ ഈ ഒരു വിവരങ്ങളെല്ലാം വ്യക്തമാക്കിക്കൊണ്ട്, അല്ലെങ്കിൽ ഇതിനെല്ലാം അടിസ്ഥാനമാക്കിക്കൊണ്ട് അന്വേഷണം, അല്ലെങ്കിൽ അതിന്റെ അന്വേഷണ പരിധിയിലേക്ക് കൊണ്ടുവരുന്ന വിഷയങ്ങൾ ഇതെല്ലാമാണ്. അതേസമയം സോഷ്യൽ മീഡിയയിൽ ഉയരുന്ന ചില ആരോപണങ്ങൾ, അതായത് ഉദാഹരണത്തിന് അവർ ഉയർത്തുന്ന ആരോപണങ്ങൾ ഇങ്ങനെയാണ്. ഉദാഹരണത്തിന് സിഗരറ്റ് കുറ്റിയോ ഉപകരണങ്ങളിൽ നിന്നുള്ള സ്പാർക്കോ അപകടത്തിന് കാരണമായേക്കാമെന്നും ഇവിടെ പറയുന്നുണ്ട്. ഇതുവരെ ഔദ്യോഗികമായി തന്നെ സ്ഥിരീകരിച്ചിട്ടില്ലാത്തതിനാൽ തന്നെ അവ സസൂക്ഷ്മമായി തന്നെ അവിടെ പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതുണ്ട്. ഈ സാഹചര്യത്തിൽ യഥാർത്ഥ കാരണം കണ്ടെത്താൻ സമഗ്രമായും നിഷ്പക്ഷമായും അന്വേഷണം നടത്തേണ്ടതും അനിവാര്യം തന്നെയാണ്. സുരക്ഷാ വീഴ്ചകളോ അല്ലെങ്കിൽ ഇവിടെ വലിയ അനാസ്ഥയോ ഉണ്ടായെന്ന് കണ്ടെത്തുകയും ഉത്തരവാദികൾ ആരായാൽ തന്നെയും അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരേണ്ടതും ഇവിടെ എടുത്ത് പ്രാധാന്യമായി തന്നെ പറയേണ്ട ഒരു വിഷയം തന്നെയാണ്. എന്തു തന്നെയായാലും സത്യം പുറത്തു വരേണ്ടതുണ്ട്. ഉത്തരവാദികൾ ആരായാലും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്ന ആവശ്യം ഇപ്പോൾ ശക്തമായി തന്നെ പൊതുജനങ്ങൾക്കിടയിൽ നിന്നും ഉയർന്നു കേൾക്കുകയാണ്. മനോരമയുടെ 2 സ്ക്രീൻഷോട്ടുകൾ പുറത്തു വന്നത് വലിയൊരു ചർച്ചയ്ക്ക് വഴിവെക്കുകയാണ്. മാത്രമല്ല, ഈ സ്ക്രീൻഷോട്ടുകൾ ഞൊടിയിടയിൽ തന്നെ വൈറലായി മാറിയതാണ് മറ്റൊരു വസ്തുത. വെടിക്കെട്ട് അപകടത്തിന് 1 മണിക്കൂർ മുൻപ് മനോരമ സംഘം അവിടെ ചെന്നിരുന്നുവെന്ന മനോരമ തന്നെ വെളിപ്പെടുത്തിയ ഒരു സ്ക്രീൻഷോട്ട് ചിത്രമാണ് ഇവിടെ വൈറലായി മാറുന്നത്. ഇങ്ങനെ ഒരു ചിത്രം എടുക്കണമെങ്കിൽ ക്യാമറ അവിടെ പ്രവർത്തിച്ചിട്ടുണ്ടാകണം. നിരവധി ക്യാമറാമാനും റിപ്പോർട്ടർമാരും അടങ്ങുന്ന ഒരു സംഘം അവിടെ എത്തിയിട്ടുണ്ടാകണം. ഇതാകട്ടെ വലിയ രീതിയിൽ അവിടെ ഇത്തരത്തിൽ നിരീക്ഷണമുള്ള വളരെ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ സുരക്ഷാ മേഖല എന്ന ഒരു സ്ഥലത്ത് അവിടെ നിയമവിരുദ്ധമായിട്ടാണ് ഇത്തരത്തിൽ അവർ പ്രവേശിച്ചിരിക്കുന്നത്. മാത്രമല്ല, ഇവിടെ ഏറ്റവും ശ്രദ്ധേയമായ മറ്റൊരു കാര്യം, ഈ ഒരു സംഘം അവിടെ എത്തി മടങ്ങി 1 മണിക്കൂറിനുള്ളിലാണ് അവിടെ സ്ഫോടനം നടന്നു എന്നതാണ് പുറത്തു വരുന്നത്. അവർ തന്നെ ആദ്യം കൊടുത്ത ദൃശ്യത്തിൽ 1 മണിക്കൂർ മുൻപേ സ്ഫോടനം നടക്കുന്ന 1 മണിക്കൂർ മുൻപെയാണ് ഈ വീഡിയോ എടുത്തതെന്നാണ് അവർ തന്നെ സ്വയം അവകാശപ്പെടുന്നത്. എന്നാൽ രണ്ടാമത് വന്ന സ്ക്രീൻഷോട്ടിൽ അവർ എഡിറ്റ് ചെയ്തുകൊണ്ട് രാവിലെ എടുത്ത ദൃശ്യമെന്ന് എഡിറ്റ് ചെയ്ത് മാറ്റുകയുമാണ് ചെയ്തത്. എന്ത് തന്നെയായാലും സംഭവം ഇത് വിവാദമായതോടുകൂടി തന്നെ മനോരമ എഡിറ്റ് ചെയ്ത് ഇതിൽ മാറ്റം വരുത്തുകയും വാർത്ത 1 മണിക്കൂർ എന്നുള്ളത് രാവിലെ എന്നാക്കി മാറ്റുകയും ചെയ്തതിലാണ് ഇപ്പോൾ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉയരുന്നത്. മാത്രമല്ല, ഇത് ഇത്തരത്തിൽ വ്യക്തമായ ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണോ ഇവർ അവിടേക്ക് എത്തിയത് എന്നതിലെല്ലാം തന്നെ ഇനിയും അന്വേഷണം നടത്തേണ്ടിയിരിക്കുന്നു എന്നതാണ് മറ്റൊരു കാര്യം. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.